സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹിസ്റ്ററി. അതിൻ്റെ 3ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. പാറ്റേൺ ഓഫ് ഇന്ത്യൻ ഡെവലപ്മെൻറ്റ് പോസ്റ്റ് നെഹ്റുവിയൻ ഇറ. അതാണ് മൊഡ്യൂളിൻ്റെ പേര്. ഇതിൽ ഫസ്റ്റ് വരുന്നത് റിഫോംസ് ഓഫ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ഭാഗമാണ്. ഇന്ത്യയെ സാമ്പത്തികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും സാങ്കേതികമായും സൈനികമായിട്ടും സ്വാശ്രയം അതുപോലെ തന്നെ സ്വതന്ത്രമാക്കാനും അതിനുള്ള കഴിവിൽ രാജ്യത്തിന് ആത്മവിശ്വാസം നൽകാനും ഇന്ദിരാഗാന്ധി കഠിനവും വിജയകരവുമായിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. 70കളിലെ എണ്ണ ആഘാതത്തെ അതിജീവിച്ച ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ വിജയത്തോടു കൂടി ഇന്ത്യ ഭക്ഷ്യധാന്യത്തിൽ സ്വയം പര്യാപ്തമായി. നെഹ്റു ഇന്ദിരാഗാന്ധി വർഷങ്ങളിലുടനീളം മറ്റു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സാധാരണമായ മാന്ദ്യചക്രത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിജയകരമായിട്ടുള്ള പ്രത്യക്ഷമോ രഹസ്യമോ ആയിട്ടുള്ള വിദേശ ഇടപെടൽ ഇല്ലെന്ന് ഉറപ്പാക്കാൻ ഇന്ദിരാഗാന്ധി ലോക രാഷ്ട്രീയത്തിൻ്റെ ഉറച്ച തീരുമാനങ്ങൾ ഉപയോഗിച്ചു. അവർ ഇന്ത്യയെ ശീതയുദ്ധ വിഭാഗത്തിൽ നിന്നും 2 മഹാശക്തികളിൽ നിന്നും മുക്തമാക്കി. ആണവ വ്യാപാരത്തിന് പോകില്ല എന്ന നയം മുറുകെ പിടിച്ചുകൊണ്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും സ്പോൺസർ ചെയ്തിട്ടും ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടാൻ അവർ വിസമ്മതിച്ചു. ഹരിത വിപ്ലവത്തിൻ്റെ വിജയം ഇന്ത്യയെ ഭക്ഷ്യധാന്യത്തിൽ സ്വയം പര്യാപ്തമാക്കുകയും ഭക്ഷ്യ ഇറക്കുമതിയെ ആശ്രയിക്കുകയും ചെയ്തു. നെഹ്റു ഇന്ദിരാഗാന്ധി വർഷത്തിലുടനീളം മറ്റു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളിൽ സാധാരണമായ മാന്ദ്യചക്രത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിജയകരമായ പ്രത്യക്ഷമോ രഹസ്യമോ ആയ വിദേശ ഇടപെടലില്ലെന്ന് ഉറപ്പാക്കാൻ ഇന്ദിരാഗാന്ധി ലോകരാഷ്ട്രത്തിൻ്റെ ഉറച്ച തീരുമാനങ്ങൾ ഉപയോഗിച്ചു. അവർ ഇന്ത്യയെ ശീതയുദ്ധ വിഭാഗത്തിൽ നിന്നും 2 മഹാശക്തികളിൽ നിന്നും മുക്തമാക്കി. ആണവ വ്യാപാരത്തിന് പോകില്ല എന്ന നയം മുറുകെ പിടിച്ചുകൊണ്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും സ്പോൺസർ ചെയ്തിട്ടും ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടാൻ അവർ വിസമ്മതിച്ചു. നെഹ്റു ശ്രദ്ധാപൂർവം രൂപപ്പെടുത്തിയ വിദേശ നയം അവർ ശക്തിപ്പെടുത്തി. ഇന്ദിരാഗാന്ധി രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയെ സജീവമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിൻ്റെ ഐക്യം ശക്തിപ്പെടുത്തുകയും പ്രയാസകരമായ ഒരു കാലഘട്ടത്തിൽ അതിനെ ഒരുമിപ്പിച്ച് നിർത്തുകയും അവസാനം ആ ലക്ഷ്യത്തിനു വേണ്ടിയിട്ട് ജീവൻ നൽകുകയും ചെയ്തു. എല്ലാ പിഴവുകളും പരാജയങ്ങളും സഹിച്ച് 1966 അധികാരമേറ്റപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തവും ആത്മവിശ്വാസമുള്ളവരുമായിട്ട് ഇന്ദിരാഗാന്ധി പ്രവർത്തിച്ചു. അവരൊരു പ്രയോഗമതിയായിരുന്നു. ഏത് കാര്യവും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. നെഹ്റുവിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കെട്ടുറപ്പ് അവർക്കില്ലായിരുന്നു. എന്നാൽ അവർ പുരോഗമന പരിഷ്കാരവാദി ഇടതുപക്ഷത്തോട് പ്രതിബദ്ധത പുലർത്തി. കേന്ദ്ര രാഷ്ട്രീയ ദിശാബോധം, സാമ്പത്തിക മേഖലയിൽ അവർ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികസനം എന്ന നെഹ്റുവിൻ്റെ ലക്ഷ്യത്തോട് വിശ്വസ്തത പുലർത്തി. സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ ആസൂത്രണത്തെയും പൊതുമേഖലയും ശക്തിപ്പെടുത്തി. 1971-74 ഹ്രസ്വകാലത്തേക്കൊഴികെ കർശനമായ ഭരണകൂട നിയന്ത്രണത്തിലാണെങ്കിലും ആരോഗ്യകരമായുള്ള സ്വകാര്യ മേഖല വികസിച്ചു. 1980-84 കാലയളവിൽ അവർ ക്രമേണ ഈ നിയന്ത്രണം അയക്കാൻ തുടങ്ങി. ഒരു പക്ഷേ ദരിദ്രരോടും അധസ്ഥിതരോടും ന്യൂനപക്ഷങ്ങളോടുമുള്ള സഹാനുഭൂതിയും വാത്സല്യവും അവരുടെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും അവരുമായി നേരിട്ട് ആശയവിനിമയം നടത്താനുള്ള സമാനതകളല്ലാത്ത കഴിവുമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പ്രധാന രാഷ്ട്രീയ സ്വത്ത് എന്ന് പറഞ്ഞാൽ. ദരിദ്രരെ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം അവർ ഇന്ദിരാഗാന്ധിയെ അവരുടെ രക്ഷകരായിട്ട് കാണുകയും അവർക്ക് അളവറ്റ സ്നേഹവും വിശ്വാസവും നൽകുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനും പ്രത്യേകിച്ച് ദരിദ്രരെയും ഹരിജനങ്ങളെയും ആദിവാസികളെയും ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും അവരുടെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചും
അതിൽ അന്തർലീനമായിട്ടുള്ള അന്യായ സ്വഭാവത്തെക്കുറിച്ചും അതിൽ അന്തർലീനമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെക്കുറിച്ചും ബോധവാന്മാരാക്കുന്നതിൽ ഇന്ദിരാഗാന്ധി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും 16 വർഷത്തിലേറെയായി അവർ കൈവശം വെച്ചിരുന്ന എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നിട്ടും സ്ഥാപനപരമായിട്ടുള്ള വികസനം, ഭരണപരമായിട്ടുള്ള പുരോഗതി, രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ ഇന്ദിരാഗാന്ധി വളരെ കുറച്ച് മാത്രമേ നേടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അവരുടെ നിർണായകമായിട്ടുള്ള ദൗർബല്യം എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ ഭരണ നയങ്ങൾ രൂപപ്പെടുത്തിയ തന്ത്രപരമായ രൂപകൽപ്പനയുടെയും ദീർഘകാല വീക്ഷണത്തിൻ്റെയും അഭാവത്തിലുള്ളതായിരുന്നു. എല്ലാ പിഴവുകളും പരാജയങ്ങളും സഹിച്ച് 1966 അധികാരമേറ്റപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തവും ആത്മവിശ്വാസവുമായിട്ട് അവർ രാജ്യം വിട്ടു. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗമതിയായിരുന്നു. നെഹ്റുവിൻ്റെ പ്രത്യയശാസ്ത്രപരമായുള്ള കെട്ടുറപ്പില്ലാത്ത വ്യക്തിയായിരുന്നു. എന്നാൽ അവർ പുരോഗമന പരിഷ്കരണവാദി ഇടതുപക്ഷത്തോട് പ്രതിബദ്ധത പുലർത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു. നെഹ്റുവിൻ്റെ പ്രത്യയശാസ്ത്രപരമായ കെട്ടുറപ്പ് അവർക്കില്ലായിരുന്നു. എന്നാൽ പുരോഗമന പരിഷ്കരണവാദി ഇടതുപക്ഷത്തോട് പ്രതിബദ്ധത പുലർത്തിയ വ്യക്തി എന്നിവ അവരുടെ സവിശേഷതയായിരുന്നു. കേന്ദ്ര രാഷ്ട്രീയ ദിശാബോധം, സാമ്പത്തിക മേഖലയിൽ അവർ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികസനം എന്ന നെഹ്റുവിൻ്റെ ലക്ഷ്യത്തോട് വിശ്വസ്തത പുലർത്തി. സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ ആസൂത്രണത്തെയും പൊതുമേഖലയെയും ശക്തിപ്പെടുത്തി. 1971-74 ഹ്രസ്വകാലത്തേക്കൊഴികെ കർശനമായ ഭരണകൂട നിയന്ത്രണത്തിലാണെങ്കിലും ആരോഗ്യകരമായ സ്വകാര്യ മേഖല നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും 1980-84 കാലഘട്ടത്തിൽ അവർ ക്രമേണ ഈ ഒരു നിയന്ത്രണം അയച്ചു. ഒരുപക്ഷെ ദരിദ്രരോടും മതസ്ഥരോടും ന്യൂനപക്ഷങ്ങളോടുമുള്ള സഹാനുഭൂതിയും വാത്സല്യവും അവരുടെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും അവരുമായി നേരിട്ട് ആശയവിനിമയം നടത്താനുള്ള സമാനതകളില്ലാത്ത കഴിവുമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായ സ്വത്തെന്ന് പറഞ്ഞാൽ. ദരിദ്രര് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ഇന്ദിരാഗാന്ധി അവരുടെ രക്ഷകയായിട്ട് കാണുന്നുണ്ട്. അവർക്ക് അളവറ്റ സ്നേഹവും വിശ്വാസവും നൽകുന്നുണ്ട്. ജനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനും പ്രത്യേകിച്ച് ദരിദ്രരെയും ഹരിജനങ്ങളെയും ആദിവാസികളെയും ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും ജനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനും പ്രത്യേകിച്ച് ദരിദ്രരെയും ഹരിജനങ്ങളെയും ആദിവാസികളെയും ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും അവരുടെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ അന്തർലീനമായ അന്യായ സ്വഭാവത്തെക്കുറിച്ചും ബോധവാന്മാരാക്കുന്നതിൽ ഇന്ദിരാഗാന്ധി ഒരു പ്രധാന പങ്ക് വഹിച്ചു. അവരിലീനമായിട്ടുള്ള രാഷ്ട്രീയ ശക്തി 16 വർഷങ്ങളോളം അവർ ഭരണത്തിൽ തുടർന്നിട്ടുണ്ട്. 16 വർഷത്തിലേറെയായി അവർ കൈവശം വെച്ചിരുന്ന എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നിട്ടും സ്ഥാപനപരമായിട്ടുള്ള വികസനം, ഭരണപരമായിട്ടുള്ള പുരോഗതി, രാഷ്ട്രീയ വ്യവസ്ഥയുടെ മാനേജ്മെൻറ്റ്, ദൂരവ്യാപകമായിട്ടുള്ള സാമ്പത്തിക മാറ്റങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ ഇന്ദിരാഗാന്ധി വളരെ കുറച്ച് മാത്രമേ നേടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നിർണായകമായിട്ടുള്ള ദൗർബല്യം എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ ഭരണ നയങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള തന്ത്രപരമായ രൂപങ്ങളുടെയും ദീർഘകാല വീക്ഷണത്തിൻ്റെയും അഭാവത്തിലുള്ളതായിരുന്നു. ഇനി എന്താണ് നാഷണലൈസേഷൻ അഥവാ ദേശീയവൽക്കരണം എന്ന് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയിലെ മിക്ക ബാങ്കുകളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലും നടത്തിപ്പിലും തുടർന്നു പോന്നിട്ടുണ്ടായിരുന്നു. ബാങ്കുകളുടെ ഉടമസ്ഥതയിലുള്ള ബിസിനസ്സുകാർ നിക്ഷേപങ്ങൾ അവരുടെ സ്വന്തം കമ്പനികളിലേക്ക് മാറ്റുകയും മുൻഗണനാ മേഖലകളെ അവഗണിക്കുകയും ചെയ്യുന്നതായിട്ട് പലപ്പോഴും ആരോപിക്കപ്പെട്ടു. കൂടാതെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഇന്ത്യയിൽ ബാങ്കിങ്ങിൽ നിന്ന് വളരെ അകലെയായിരുന്നു. പ്രധാനമന്ത്രിയായ ശേഷം ഇന്ദിരാഗാന്ധി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ബാങ്ക് ദേശസാൽക്കരണത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ എന്ന ശീർഷകത്തിൽ ബാങ്കുകളെ ദേശസാൽക്കരിക്കാനുള്ള ഉദ്ദേശം പ്രകടിപ്പിച്ചു. പൊതുജനങ്ങളുടെ വൻ പിന്തുണയാണ് പത്രത്തിന് ലഭിച്ചത്. ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ബാങ്കിങ്ങിൽ നിന്ന് വളരെ അകലെയായിരുന്നു. പ്രധാനമന്ത്രിയായ ശേഷം ഇന്ദിരാഗാന്ധി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ബാങ്ക് ദേശസാൽക്കരണത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ എന്ന ശീർഷകത്തിൽ ബാങ്കുകളെ ദേശസാൽക്കരിക്കാനുള്ള ഉദ്ദേശം പ്രകടിപ്പിച്ചു. പൊതുജനങ്ങളുടെ വൻ പിന്തുണയാണ് പത്രത്തിന് ലഭിച്ചത്.
1969 14 പ്രമുഖ വാണിജ്യ ബാങ്കുകളെ ദേശസാൽക്കരിക്കാൻ ഗാന്ധി നീക്കം നടത്തി. ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിന് ശേഷം ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ നിക്ഷേപങ്ങളിലെ ഏകദേശം 800% ഉയർന്നു. അഡ്വാൻസുകൾ 11,000% വർദ്ധിച്ചു. ദേശസാൽക്കരണം ബാങ്കുകളുടെ ഭൂമിശാസ്ത്രപരമായ കവറേജിൽ ഗണ്യമായ വളർച്ചയ്ക്ക് കാരണമായി. ബാങ്ക് ശാഖകളുടെ എണ്ണം 8,000-ൽ നിന്ന് 62,000 ഉയർന്നു. ദേശസാൽക്കരണ യജ്ഞം ഗാർഹിക സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുക മാത്രമല്ല, അനൗപചാരിക മേഖലയിലും ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലും കർഷക മേഖലയിലും ഗണ്യമായ നിക്ഷേപം നൽകുകയും പ്രാദേശിക വികസനത്തിനും ഇന്ത്യയുടെ വ്യവസായ കാർഷിക അടിത്തറയുടെ വികസനത്തിനും ഗണ്യമായുള്ള സംഭാവനകൾ നൽകുകയും ചെയ്തു. അനൗപചാരിക മേഖലയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലും കാർഷിക മേഖലയിലും ഗണ്യമായ നിക്ഷേപം നൽകുകയും പ്രാദേശിക വികസനത്തിനും ഇന്ത്യയുടെ വ്യവസായിക കാർഷിക അടിത്തറയുടെ വികാസത്തിനും ഗണ്യമായ സംഭാവനകൾ നൽകുകയും ചെയ്തു. 1971 ദേശസാൽക്കരണ വേദിയിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഗാന്ധി കൽക്കരി, ഉരുക്ക്, ചെമ്പ്, ശുദ്ധീകരണം, കോട്ടൺ തുണിത്തരങ്ങൾ, ഇൻഷുറൻസ് വ്യവസായങ്ങൾ എന്നിവ ദേശസാൽക്കരിക്കാൻ തുടങ്ങി. ഈ ദേശസാൽക്കരണങ്ങളുടെ ഭൂരിഭാഗവും തൊഴിൽ സംരക്ഷണത്തിനും സുസംഘടിത തൊഴിലാളികളുടെ താൽപ്പര്യത്തിനും വേണ്ടിയുള്ളതാണ്. ശേഷിക്കുന്ന സ്വകാര്യ മേഖലാ വ്യവസായങ്ങളെ കർശന നിയന്ത്രണത്തിന് കീഴിലാക്കി. 1971 ഇന്ത്യ-പാക് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യൻ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും ഇന്ധനം നൽകാൻ എണ്ണ കമ്പനികൾ വിസമ്മതിച്ചു. ഇതിന് മറുപടിയായിട്ട് 1973 സർക്കാർ എണ്ണ കമ്പനികളെ ദേശസാൽക്കരിച്ചു. ദേശസാൽക്കരണത്തിന് ശേഷം പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്, ഭാരത് പെട്രോളിയം കോർപ്പറേഷന് എന്നിവ നിലനിർത്തി. ആവശ്യമുള്ളപ്പോൾ സൈന്യത്തിന് വിതരണം ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ എണ്ണയുടെ അളവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങളിലെ മുൻ ഭരണാധികാരികളുടെ സ്വകാര്യ പേഴ്സ് സമ്പ്രദായം തുടരുന്നതിനെ ഇന്ദിരാഗാന്ധി ചോദ്യം ചെയ്തു. എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങൾ അടിസ്ഥാനമാക്കി നിർത്തലാക്കുന്നതിനും സർക്കാരിൻ്റെ റവന്യൂ കമ്മി കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവർ കേസിൽ വാദിച്ചു. രാജകീയ പദവികൾ നിലനിർത്താനുള്ള ഗാന്ധിജിയുടെ ശ്രമങ്ങളെ എതിർത്ത് നിൽക്കുന്ന ജനസംഘത്തിനും മറ്റു വലതുപക്ഷ പാർട്ടികൾക്കും ചുറ്റും അണിനിരന്ന് പ്രഭുക്കന്മാർ പ്രതികരിച്ചു. സ്വകാര്യ പേഴ്സുകൾ നിർത്തലാക്കാനുള്ള പ്രമേയവും പദവികളുടെ ഔദ്യോഗിക അംഗീകാരവും 1970 ആദ്യം പാർലമെന്റ് മുമ്പാകെ കൊണ്ടുവന്നിട്ടുള്ളത്. ലോകസഭയിൽ ഇത് പാസാക്കിയെങ്കിലും രാജ്യസഭയുടെ മുമ്പിൽ 2 ഭൂരിപക്ഷത്തിൽ ഒറ്റ വോട്ടിന്റെ കുറവുണ്ടായി. രാഷ്ട്രപതിയുടെ പ്രഖ്യാപനം പുറപ്പെടുവിച്ച് ഇന്ദിരാഗാന്ധി പ്രതികരിച്ചു. ഈ അംഗീകാരം പിൻവലിച്ചതോടുകൂടി സ്വകാര്യ പേഴ്സുകളോടുള്ള അവരുടെ അവകാശവാദവും നിയമപരമായിട്ട് നഷ്ടപ്പെട്ടു. എന്നാൽ ഈ പ്രഖ്യാപനം സുപ്രീം കോടതി റദ്ദാക്കി. 1971 ഗാന്ധി വീണ്ടും സ്വകാര്യ പേഴ്സ് നിർത്തലാക്കാൻ നിർദ്ദേശിച്ചു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങളിലെ മുൻ ഭരണാധികാരികളുടെ സ്വകാര്യ പേഴ്സ് സമ്പ്രദായം തുടരുന്നതിനെ ഇന്ദിരാഗാന്ധി ചോദ്യം ചെയ്യുന്നുണ്ട്. എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങൾ അടിസ്ഥാനമാക്കി നിലനിർത്തുന്നതിനും സർക്കാരിൻ്റെ റവന്യൂ കമ്മി കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയ്ക്കും അവർ കേസ് വാദിച്ചു. രാജകീയ പദവികൾ നിർത്തലാക്കാനുള്ള ഗാന്ധിജിയുടെ ശ്രമങ്ങളെ എതിർത്ത് നിൽക്കുന്ന ജനസംഘത്തിനും മറ്റു വലതുപക്ഷ പാർട്ടികൾക്കും ചുറ്റും അണിനിരന്ന് പ്രഭുക്കന്മാർ പ്രതികരിച്ചു. സ്വകാര്യ പേഴ്സുകൾ നിർത്തലാക്കാനുള്ള പ്രമേയവും പദവികളുടെ ഔദ്യോഗിക അംഗീകാരവും 1970 ആദ്യം പാർലമെന്റിന് മുമ്പാകെ കൊണ്ടുവന്നിട്ടുള്ളത്. ലോകസഭയിൽ ഇത് പാസാക്കിയെങ്കിലും രാജ്യസഭയിലെ 3/2 ഭൂരിപക്ഷത്തിൽ ഒറ്റ വോട്ടിന് കുറവുണ്ടായി. രാജകുമാരന്മാരുടെ അംഗീകാരം റദ്ദാക്കുന്നതിന് രാഷ്ട്രപതിയുടെ പ്രഖ്യാപനം പുറപ്പെടുവിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി പ്രതികരിച്ചു. ഈ അംഗീകാരം പിൻവലിച്ചതോടുകൂടി സ്വകാര്യ പേഴ്സുകളോടുള്ള അവരുടെ അവകാശവാദവും നിയമപരമായിട്ട് നഷ്ടപ്പെട്ടു. എന്നാൽ ഈ പ്രഖ്യാപനം സുപ്രീം കോടതി റദ്ദാക്കി.
1971 ഗാന്ധി വീണ്ടും സ്വകാര്യ പേഴ്സ് നിർത്തലാക്കാൻ നിർദ്ദേശിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ 26ാം ഭേദഗതിയായിട്ട് വിജയകരമായിട്ട് ഇത് പാസ്സാക്കപ്പെട്ടു. പല രാജകുടുംബങ്ങളും സ്വകാര്യ പേഴ്സ് നിർത്തലാക്കിയതിൽ പ്രതിഷേധിക്കാൻ ശ്രമിച്ചു. പ്രാഥമികമായിട്ട് തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ മത്സരിക്കുന്നതിനുള്ള പ്രചാരണത്തിലൂടെ വ്യക്തമായ കാഴ്ചപ്പാടുമായ അച്ചടക്കവും മാത്രമേ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് ഗാന്ധിജി അവകാശപ്പെട്ടു. കോൺഗ്രസിന്റെ സോഷ്യലിസ്റ്റ് ദൗത്യത്തിന്റെ പേരിൽ 1975 ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇരുണ്ട നാളുകളിലേക്ക് നയിച്ച അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിനെ അവർ ന്യായീകരിച്ചു. കോൺഗ്രസിന്റെ സോഷ്യലിസ്റ്റ് ദൗത്യത്തിന്റെ പേരിൽ 1975 ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇരുണ്ട നാളുകളിലേക്ക് നയിച്ച അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിനെ അവർ ന്യായീകരിച്ചു. ഭരണഘടനാപരമായ നിയന്ത്രണങ്ങളില്ലാതെ കൽപ്പനയിലൂടെ ഭരിക്കാനുള്ള അധികാരത്തോടെ ഇന്ദിരാഗാന്ധി ഒരു വലിയ പുനർവിതരണ പരിപാടി ആരംഭിച്ചു. ഭൂപരിധി അതിവേഗം നടപ്പാക്കൽ, ഭൂരഹിതരായ തൊഴിലാളികൾക്ക് പാർപ്പിടം, തൊഴിലുറപ്പ് തൊഴിലാളികളെ നിർത്തലാക്കൽ, ദരിദ്രരുടെ കടങ്ങൾക്ക് മൊറട്ടോറിയം എന്നിവ ഉൾപ്പെട്ടതായിരുന്നു വ്യവസ്ഥകൾ. ഉത്തരേന്ത്യ ആയിരുന്നു പരിഷ്കാരങ്ങളുടെ കേന്ദ്രം. ദശലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും പുനർവിതരണം ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് മൊറാർജി ദേശായിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഡീമോണിറ്റൈസേഷനെ കുറിച്ചുമാണ് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.